ഇന്ന് രാത്രിയായപ്പോൾ നല്ല മഴയായിരുന്നു ഇവിടെ. വാവയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉമ്മച്ചി ഫ്രണ്ടിലിരിപ്പുണ്ട്. ആ സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ എന്തായാലും കുളിക്കുന്ന ടൈം കൊണ്ട് ഉമ്മച്ചി അവനുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞ് അപ്പം ഞാൻ പിന്നെ വാവേനെ അടുത്ത് കുറച്ച് സമയം നമ്മുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അവനിഷ്ടമാണ് അത്രയും സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതും പുറത്ത് പോകുന്നതൊക്കെ. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കും. ഇന്ന് മഴയ്ക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പിന്നെ പുറത്ത് നിന്നതിന് വീണ്ടും തണുപ്പടിക്കുമല്ലോ എന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി വീണ്ടും അനങ്ങമായിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ആൾ ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് എന്തായാലും കിടത്തി കുറച്ച് നേരം അവനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതവന് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അത്ര മൂഡും ഓക്കെ അല്ല. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ അവനുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവനെ കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ നോക്കി. പിന്നെയും കരച്ചിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എന്താ എടുത്തേച്ച് വെറുതെ കരയേണ്ട എന്ന് വിചാരിച്ച് ഞാൻ എടുത്തേച്ച് പിന്നെ അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനൊന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ ഓക്കെ ആകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത് അവൻ്റെ ഉമ്മാമ്മൻ്റെ കൊണ്ട് കൊടുത്തു. ഉമ്മാമ്മ ആകുമ്പോഴത്തേക്ക് അവൻ ഓക്കെ ആക്കിക്കോളും. അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഓക്കെയാണ്. എന്തായാലും അവനെ ഉമ്മച്ചീൻ്റെ ഏൽപ്പിച്ചിട്ട് എൻ്റെ പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. പണിയെന്ന് പറയുമ്പോഴത്തേക്ക് മടക്കി വെച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പാടാവും. അങ്ങനത്തെ കാര്യങ്ങളോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് നേരെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെച്ചു. ഓൾറെഡി എല്ലാം അടുക്കിയിരിക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. അതത് സെക്ഷനിലോട്ട് അങ്ങ് വെച്ചാൽ മതി. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്ത് വാവയ്ക്ക് ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന്. അങ്ങനെ അവനെ പതുക്കെ കൊണ്ട് കിടത്തി എങ്ങനെയൊക്കെയോ ഡ്രസ്സിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആൾ എൻഗേജ്ഡ് ആക്കി വെച്ചാലേ അവനെ ഉടുപ്പൊക്കെ ഇടാൻ സമ്മതിക്കത്തുള്ളൂ. ഒരു വിധം ഞാൻ ഒരു കാലൊക്കെ കീറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ ഓക്കെ ആകുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആ ഉടുപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത്. തണുപ്പല്ലേ, മഴ പെയ്യുമ്പോൾ ഒന്നും കൂടെ തണുപ്പാണ്. പക്ഷെ അവന് മോസ്റ്റ് ഓഫ് ദ ടൈം ചൂടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഫുൾ ഡ്രസ്സ് ഇടുന്നത് അത്ര താല്പര്യമുള്ളതല്ല. എന്നാലും ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും ഓർത്താൽ വാവേൻ്റെ കുറച്ച് ഡ്രസ്സുണ്ട്, അതെല്ലാം മടക്കി വെക്കണം. അങ്ങനെ അത് വന്ന് നേരെ വാവേൻ്റെ ഡ്രസ്സെല്ലാം മടക്കി. കുറച്ചധികം ഡ്രസ്സുണ്ട്. മഴ ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനും പാടാം. അങ്ങനെ ഉണങ്ങിയ ഡ്രസ്സെല്ലാം വേഗം മടക്കിയെടുത്ത്. എനിക്ക് കുറച്ച് OCDയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഡ്രസ്സ് മടക്കുന്നതിന് നല്ല ടൈം കൺസ്യൂം ചെയ്യും. നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ തന്നെ വാവേൻ്റെ ഡ്രസ്സ് മടക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. സോ അതിനെന്തായാലും ടൈം എടുക്കുമെന്ന് എനിക്കറിയാം. ആ ടൈമിൽ വാവേൻ്റെ ഉമ്മച്ചിനെല്ലാം തന്നെ കൊടുത്തിരിക്കുകയാണ്, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. പക്ഷേ വാവേൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. സോ ഡ്രസ്സൊക്കെ ഫാസ്റ്റായിട്ട് മടക്കി വെച്ച് അവനപ്പോൾ എടുത്തില്ലെങ്കിൽ അവൻ ബഹളമാക്കുമെന്നറിയാം. അങ്ങനെ വേഗം ഡ്രസ്സ് മടക്കുന്ന ധൃതിയിലാണ്. അങ്ങനെ വേഗം മടക്കിക്കൊണ്ടിരുന്നപ്പോൾ വാവ വിളിച്ച്. അങ്ങനെ വേഗം വാവേനെയും പോയി എടുത്തുകൊണ്ട് വന്ന് വാവേനെ എടുത്തുകൊണ്ട് ഇനി ഡ്രസ്സ് വാർഡ്രോബിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവൻ്റെ വാർഡ്രോബിൽ വെക്കുവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞു കൈ ഇതിനകത്ത് കാണാൻ പറ്റും. അത് വാവയാണ്. എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അല്ലെങ്കിൽ ആളുടെ കണ്ട വാവേൻ്റെ കുഞ്ഞു കൈ. വാവ അല്ലെങ്കിൽ പ്രശ്നമാക്കും. സോ വാവേനെയും കയ്യിലെടുത്ത് വേഗം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അവൻ ഇച്ചിരി വലുതായിട്ട് വേണം അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ. അതിന് വേണ്ട ടൈമുണ്ട് ഇനി. എന്നാലും ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വെച്ച് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ജോലി കഴിഞ്ഞിട്ട് എന്നുള്ള സന്തോഷത്തിൽ നേരെ വാവേൻ്റെ പപ്പാൻ്റെ ബീം ബാഗിലാക്കി വെച്ച്. അതിനകത്ത് കുറച്ച് നേരം അടങ്ങി കിടക്കും. ആ ടൈമിൽ ഞാൻ ഓർത്ത് എൻ്റെ ബെഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന്. ബെഡ് അത്യാവശ്യം മെസ്സായി കിടക്കുവാണ്. സോ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ കിടക്കുന്ന കാണുമ്പോൾ രാത്രി കിടന്നുറങ്ങാൻ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് വേഗം ബെഡൊക്കെ ക്ലീൻ ആക്കുവാണ്. ഇത് ഇച്ചിരി ടാസ്ക്കാണ്, കാരണം ഈ ബെഡ് കുറച്ച് ഹെവിയാണ്. അത് പൊക്കിയെടുത്ത് വിരിക്കുന്ന ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്. എന്നാലും ഞാനത് വേഗം ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ ലുവാൻ അടുത്ത കരച്ചിലായിട്ട് വരും. സോ അതിനു മുമ്പ് എൻ്റെ പരിപാടിയൊക്കെ തീർക്കണം. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ആക്കുവാണ്. എല്ലാം അതിൻ്റെതായ പൊസിഷനിൽ. അതിനിടയ്ക്ക് ഞാൻ ലുവാനെ നോക്കുന്നുണ്ട്. ആൾ കുഴപ്പമില്ലാണ്ട് ബീം ബാഗിൽ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആളിപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നേനെ. അങ്ങനെ തലേണിയെല്ലാം അറേഞ്ച് ചെയ്ത് ആ നടുക്ക് വെക്കുന്നത് ലുവാൻ്റെ പില്ലോ ആണ്. ലുവാൻ യൂസ് ചെയ്യത്തില്ലെങ്കിലും ലുവാന് വേണ്ടി മാത്രമായിട്ടുള്ള പില്ലോ. ലുവാൻ വന്നതിന് ശേഷം നമുക്ക് നേരെ ബെഡ് ഇട്ട് കിടക്കാൻ പറ്റില്ല, കാരണം കൺജസ്റ്റഡ് ആയിപ്പോവും. സോ നമ്മൾ ഇങ്ങനെ വട്ടമാണ് കിടക്കുന്നത്. വട്ടം കിടക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല സ്പേഷ്യസ് ആയിട്ട് കിടക്കാം. ലുവാൻ ഉരുണ്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ പോവാം. മോസ്റ്റ് ഓഫ് ദ ടൈം ലുവാൻ ഉരുണ്ട് നേരെ അവൻ്റെ പപ്പാൻ്റെ അടുത്ത് പോയി കിടക്കുക ചെയ്യുന്നത്. ഞാനാണ് ഒറ്റയ്ക്ക് കിടക്കുന്നത്. അത് എനിക്കൊരു അഡ്വാൻറ്റേജാണ്. അങ്ങനെ ബെഡ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ റൂമൊക്കെ നല്ല സെറ്റായി. നോക്കുമ്പോൾ ലുവാൻ ഇച്ചിരി ബഹളമാകുന്നു. അപ്പോൾ വേഗം ലുവാനെ എടുത്തേച്ചു. ലുവാൻ അപ്പോൾ ഹാപ്പിയായി. അങ്ങനെ ലുവാനെ എടുത്ത് അപ്പോഴോർത്ത ബീം ബാഗിലെ പില്ലോ വെക്കണം.
അങ്ങനെ നേരെ ബീൻ ബാഗിൻ്റെ പില്ലോ ഒക്കെ സെറ്റ് ചെയ്ത് ബീൻ ബാഗിലോട്ടൊക്കെ വെച്ച് അതും ഓക്കെ ആയി. അപ്പം ഇന്നത്തെ നൈറ്റുള്ള ബെഡ് മേക്കിങ്ങും റൂമും എല്ലാം വൃത്തിയായി. ഇനി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.